ഹായ് ഗായ്സ്, നമസ്കാരം. വണ്ടിയിലാണ്, അതുകൊണ്ട് കുറച്ച് വെളിച്ചം കുറവുണ്ട്. അപ്പോൾ ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈസ് ധർമ്മസ്ഥല. ഏകദേശം എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വാർത്തകളിലൊക്കെ അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഉണ്ടാവും ധർമ്മസ്ഥലയുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. അവിടുത്തെ ഒരു സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ ഒരു കാവൽക്കാരൻ, അദ്ദേഹം മൊഴി കൊടുത്ത പ്രകാരം ഇപ്പോൾ റീസെൻ്റ്ലി SIT വന്നിട്ട് അന്വേഷണമൊക്കെ ആരംഭിച്ചു. അവിടെ 12 പോയിന്റ്, ഇന്നലെ വരെ 12 പോയിന്റോളം ഡിഗ് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഒരുപാട് മൃതദേഹ അവശിഷ്ടങ്ങൾ, അസ്ഥികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് 13ാമത്തെ പോയിന്റ്, വലിയൊരു ഏരിയ ആണ്, അവിടെ ഡിഗ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവിടെ ഉള്ളത് ഒരു അമ്പലം, അതുമായിട്ട് ബന്ധപ്പെട്ട 400ഓളം ഏക്കർ, അതിൻ്റെ സംരക്ഷണ ചുമതലയുള്ള ഒരു കുടുംബം. ഇപ്പോൾ പറയുന്നതായിട്ട് ഒരു MLAയും അദ്ദേഹത്തിൻ്റെ മകനും കുറച്ച് സിൽബന്ദികളൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറത്ത് വരുന്ന ആൾക്കാരെന്ന് കേട്ടു. അപ്പോൾ അതൊന്നും നമ്മുടെ മീഡിയാസോ അല്ലെങ്കിൽ തെളിവുകൾ പ്രകാരം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഇതിൻ്റെ മറ്റൊരു വശത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ, ഫസ്റ്റ് തന്നെ അതിനൊക്കെ മുന്നേ പറയേണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഈ കേരളത്തിൽ ജീവിക്കുന്നതിന്, നമ്മളെല്ലാം ഇന്ത്യയിലാണ്, കർണാടകയും കേരളമൊക്കെ ഇന്ത്യയിലാണ്, ടെക്നിക്കലി എല്ലാം കറക്റ്റാണ്. പക്ഷേ നമ്മളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നതിന്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തേക്കാളും പ്രബുദ്ധരായ ജനങ്ങളുള്ളൊരു സ്ഥലമാണ് കേരളം. ഇവിടെ റേപ്പ് ചെയ്ത് കൊല്ലുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങേ അറ്റമാണ്. ചെറിയൊരു വിഷയം ഉണ്ടായാൽ പോലും അതിനെതിരെ പ്രതികരിക്കാൻ ഒരുപാട് ആൾക്കാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. നമ്മൾ ഒരുപാട് കേരളത്തിൽ ജനിച്ചതുകൊണ്ടും വളർന്നുകൊണ്ടും ജീവിച്ചതുകൊണ്ടും ഒരുപാട് ഭാഗ്യവാന്മാരാന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നിറമോ എന്തോ ആയിക്കൊള്ളട്ടെ, കേരളത്തിലെ ജനത എന്നും അവരുടെ പ്രതികരണ ശേഷിയിൽ ഏറ്റവും മുൻപന്തിയിൽ, ഇന്ത്യയിൽ നിന്നല്ല ഞാൻ പറയും, ലോകത്തിൻ്റെ തന്നെ നിലവാരം ഒരു നമ്മൾ ആവറേജ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതികരണ ശേഷിയുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഈ കർണാടകയുടെ ജനങ്ങളെ നമ്മളിപ്പോൾ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള, പൊളിറ്റിക്കലി ഫിനാൻഷ്യലി ആൻഡ് ബൈ സോഷ്യലി ഇപ്പോഴും ശരിക്കും പറയാന്ന് വെച്ചാൽ ജന്മിയും കുടിയാനും സമ്പ്രദായം വരെ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ കർണാടകയുടെ പല മേഖലയിലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ജന്മിത്വമുള്ള, അല്ലെങ്കിൽ പവറുള്ള, പൈസയുള്ള, മണി പവറുള്ള, ഫിനാൻഷ്യൽ പവറുള്ള, സോഷ്യൽ പവറുള്ള, പൊളിറ്റിക്കൽ പവറുള്ള ഈ ആൾക്കാരുടെ നേരെയാണ് ഈ കുന്തമുന, നമ്മുടെ ഇതിൻ്റെ പ്രതികൾ എന്ന് പറയുകയാണെങ്കിലേ, അവർ നൈസായിട്ട് ഇതിൻ്റെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി അവരെ വെറുതെ വിടുന്നു എന്ന് വേണ്ടി നമുക്ക് കാത്തിരിക്കേ നിവർത്തിയുള്ളൂ. 10 വർഷത്തേക്കോ അല്ലെങ്കിൽ 15 വർഷത്തേക്കോ നീണ്ടു നിൽക്കുന്ന ഒരു വിചാരണ അളവിൽ അവർ തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു എന്ന് കേൾക്കാം നമുക്ക് ഭാവിയിൽ. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ചില സമയത്ത് കാണുന്നില്ലേ, അതിവേഗ കോടതി നിലവിൽ വന്നു, എന്നിട്ട് അവര് പെട്ടെന്ന് വിചാരണ ചെയ്തു, പെട്ടെന്ന് ഇതാക്കി. അത് കൊണ്ടുവരേണ്ടത് ഇങ്ങനത്തെ കേസുകളിലാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മനസ്സിലാക്കേണ്ടത് 15-20 വർഷത്തിനിടയിൽ 2005 മുതലാണ് പറയുന്നത്, അയാളുടെ മൊഴി പ്രകാരം 400ഓളം പെൺകുട്ടികളെ അതിദാരുണമായി റേപ്പ് ചെയ്ത് എന്നിട്ട് കൊന്ന് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി മൃതദേഹം കുഴിച്ചിട്ടു എന്ന് ഇയാൾ മാത്രമല്ല ഇപ്പം പറയുന്നത്. റീസെൻ്റ്ലി ഈ ഒരു വാച്ച്മാൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, നാട്ടുകാരായ 8ഓളം പേര് കഴിഞ്ഞ ആഴ്ച മുതൽ SITക്ക് തെളിവ് മൊഴി കൊടുക്കാൻ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളും
കണ്ടിട്ടുണ്ടായിരുന്നു ഇയാളിങ്ങനെ കുഴിച്ചിടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ മൊഴിയെ സാധൂകരിക്കും വിധത്തിൽ തുറന്നു പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ കൂടി മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് SITയുടെ അടുത്ത്. പക്ഷെ ഇതൊക്കെ എത്രമാത്രം ശക്തമായ തെളിവാണെന്നോ ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ട് ഇവരെങ്ങനെ പ്രൂവ് ചെയ്യുന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്ന വസ്തുതയാണ്. കാരണം ഇതിന്റെ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നത് അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ടീമുകളുടെ നേരെയാണ്. അവർ ഏത് പാർട്ടിയോ അവർ ഏത് സമുദായത്തിൽപ്പെട്ട ആളോ ആയിക്കൊള്ളട്ടെ, ഈ വിഷയത്തിന്റെ ഏറ്റവും ദാരുണമായ വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളൊക്കെ ഇവര് ദിവസങ്ങളോളം പീഡിപ്പിച്ച് അതിനുശേഷം ബ്രൂട്ടലി കൊന്നിട്ട് കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഇതിൽ റീസെൻ്റ് ആയിട്ട് വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ കേരളീയ വസ്ത്രമുള്ള, അതിനിപ്പോൾ ഈ ന്യൂസ് ടീമുകൾ അവരുടെ റേറ്റിങ്ങിനോ റീച്ചിനോ വേണ്ടിയിട്ട് അടിച്ചുവിടുന്നോന്ന് അറിയില്ല. അവർ പറയുന്നത് കേട്ടു കേരളീയ വസ്ത്രമുള്ള 2 പെൺകുട്ടികളെ പിന്നെ ഈ 13ാം പോയിന്റ്, ഇന്ന് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന 13ാമത്തെ പോയിന്റിൽ ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഈ വാച്ച്മാൻ മൊഴി കൊടുത്തതായിട്ട് പറഞ്ഞതായി പല വാർത്താ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ മുതൽ. എത്രത്തോളം വസ്തുത ഉണ്ടോ അല്ലെങ്കിൽ സത്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും കേൾക്കുമ്പം തന്നെ നമുക്ക് അത് വളരെ ഒരു അരോചകമായി തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഈ ഒരു വാർത്ത ഇങ്ങനെ നാഷണലിയായി ഇന്ത്യയിലെ എല്ലാ മീഡിയകളും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മാസമായിട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ നാട്ടിൽ ഇതിനെപ്പറ്റി ഒരു ടോക്ക് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാകാം. ഇയാളിപ്പം വന്ന് തുറന്നു പറഞ്ഞതുകൊണ്ടൊന്നല്ല, ആ നാട്ടുകാർക്കിടയിൽ ഈ സംസാരം ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ ഒരാൾ പോലും ഇതിനെതിരെ വാ തുറക്കാൻ ധൈര്യപ്പെട്ടില്ല. അത്രയും വലിയ ടീംസാണ് ഇതിന്റെ ബാക്കിലുള്ളത്. ഇവരിപ്പം പറയുന്നുണ്ട് ഡി ഗ്യാങ്, ധർമ്മസ്ഥല ഗ്യാങ്, അതുപോലെ പിന്നെ അവിടെയുള്ള ആ MLAയുടെയും മോന്റെയും സിൽബന്ദികളും അടങ്ങുന്ന ടീം ഭയങ്കര പവർഫുള്ളാണ്, അവരെ എതിർത്ത് കഴിഞ്ഞാൽ കൊന്നുകളയും. എടോ എന്ത് തന്നെ ആയാലും മാക്സിമം പറയുന്നതാണ് കൊല്ലുക. അത് ഒരുപാട് പേർക്കെതിരെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഒരു കൂട്ടമായിട്ട് ജനങ്ങൾ മാസീവായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എതിർക്കപ്പെടേണ്ട കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സൈഡിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇന്നും നമ്മുടെ ഈ ഇന്ത്യയിൽ ഇന്നും ജന്മിത്ത വ്യവസ്ഥ നിലനിൽക്കുന്നതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണവും തെളിവുമാണ് ധർമ്മസ്ഥയിൽ നടക്കുന്നത്. കാരണം അവിടെ ഈ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കുടുംബത്തെയാണ് അവർ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ ഒന്ന് നോക്കാനോ ഒന്ന് എതിർത്ത് സംസാരിക്കാനോ അവിടെയുള്ള ഒരാളും തയ്യാറല്ല. മനസ്സിലായില്ലേ? ആ ജന്മിമാരോട് എന്താന്ന് ചോദിക്കാനുള്ള ഒരവസ്ഥയും അവിടെയുള്ള ആ ഏരിയയിലുള്ള ജനങ്ങൾ അത്രയും സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടാണ് ഇന്നും ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇതുപോലൊരു വിഷയം നമ്മുടെ അജ്മീർ ദർഗ കേട്ടിട്ടുള്ളവർക്കറിയാം. അജ്മീർ, നമ്മുടെ ഉത്തർപ്രദേശിലുള്ള അജ്മീറിൽ, ഡൽഹിയിലുള്ള ഈ അജ്മീറിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായെന്ന് കൂട്ടിക്കോ. ഇങ്ങനൊരു വിഷയമല്ല, ഒരു 10-20 പെൺകുട്ടികളെ അവിടെയുള്ള മൊല്ലാക്കയോ അല്ലെങ്കിൽ ഉസ്താദോ ആരെങ്കിലും പീഡിപ്പിച്ചു എന്നോ പറയുവാണെന്ന് കേട്ടോ ഒന്ന് കൂട്ടിക്കോ. എൻ്റെ പ്രതികരണം ഞാൻ പറയാം, സൊസൈറ്റിയെ മൊത്തമായിട്ട് എനിക്കറിയില്ല. എൻ്റെ പ്രതികരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആളെ അറിയുമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടമായിട്ട് ആൾക്കാർ അവരെ വിളിച്ചു വരുത്തുക. എന്നിട്ട് അപ്പം തന്നെ നേരിട്ട് അറിയുന്ന ആൾക്കാർ, അവിടെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയിട്ട് നേരെ നിർത്തിയിട്ട് വലത്തെ ചപ്പടക്കി ഒന്ന് കൊടുക്കുക. എന്നിട്ട് നേരെ തിരിച്ചിപ്പുറം നിർത്തിയിട്ട് ഇപ്പുറത്തെ ഇടത്തെ ചപ്പടക്കി വീണ്ടും ഒന്ന് കൊടുക്കുക. അതിനുശേഷം മാത്രമേ അതിൽ സംസാരം വരെയുള്ളൂ. അതാണ് എൻ്റെ ഒരു വിനീതമായ ഒരു അഭിപ്രായം. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഇത്രയും ക്രൂരമായ 400ഓളം പറയുന്നത് നമുക്ക് കറക്റ്റ് കൗണ്ടില്ല. കാരണം അതിൻ്റെ എവിഡൻസ് അത്രയും കാലഹരണപ്പെട്ടു പോയി. 15 വർഷം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അസ്ഥികൾ വരെ ദ്രവിച്ച് മണ്ണിലലിയാവുന്ന കാലമായി. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഇങ്ങനെയൊരു ആൾ സാക്ഷിമൊഴി ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ആൾക്കാരെ സപ്പോസ് ചെയ്തിട്ട് ആൾക്കാർ അറിയെങ്കിൽ, അത് ഏത് കൊമ്പത്തെ ആളായിരുന്നാലും അതിനുള്ള ശിക്ഷ, പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഭരണകൂടവും നമ്മുടെ ജനങ്ങൾ അതിനെതിരെ ശക്തമായി, നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു വാക്ക് അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് എല്ലാവരും മുന്നോട്ട് വരേണ്ടതാണ്.